ഡബിളായിട്ട് കാണുന്ന മെയിൻ പ്രശ്നം കൊണ്ടാണ് ഈ ഡോക്ടർ പറഞ്ഞത് കണ്ണ് കേട്ടോ. എന്നുവെച്ചെങ്കിൽ മക്കൾക്ക് ഇതുപോലെ ആയി കഴിഞ്ഞതിന് ശേഷം ഇല്ല കേട്ടോ. കാരണം ഫോൺ നോക്കിയത് കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ മുന്നൊരു പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഒരു 10 days മുന്നേ അല്ലേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എന്താ വെച്ചെങ്കിൽ പിന്നെ എൻ്റെ മോന്റെ കണ്ണിന് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വന്ന കുറെ കമന്റ്സും ആൾക്കാരും കോളായിട്ടും എനിക്ക് കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു, നീ വെറുതെ പറഞ്ഞതല്ലേ, നീ എന്തിനാ അങ്ങനെ വീഡിയോ ചെയ്തിട്ടിട്ടതെന്ന് കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇതുപോലെ തന്നെ കണ്ടന്റിന് വേണ്ടിയിട്ട് വെറുതെ കുഞ്ഞിനെ ബലിയാടാക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് വന്നായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നത്. എനിക്ക് വെറുതെ കുഞ്ഞിനെ ബലിയാടാക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ കുറെ കമന്റ്സ് വന്നായിരുന്നു കേട്ടോ. കാരണം എന്ത് പറയാന്, അങ്ങനെ ഒരിക്കലും ആരും അങ്ങനെ പറയരുത് കേട്ടോ. കാരണം നമ്മളെ കുഞ്ഞു മക്കളല്ല, മക്കളെ പറ്റി നമ്മൾ ഇല്ലായ്മ വെറുതെ പറഞ്ഞു നടക്കും. ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, പിന്നെ ഇപ്പൊ ഫോൺ നോക്കാത്ത ഒരു മക്കളും ഇല്ല. സത്യം പറഞ്ഞെങ്കില് ഇപ്പൊ നമ്മളെ ഇടയിൽ ഫോൺ നോക്കാത്ത മക്കൾ ഇല്ലേ ഇല്ല. എല്ലാ മക്കളും ഫോൺ നോക്കുന്നുണ്ട്, നോക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ ഫോൺ നോക്കിയത് കൊണ്ട് ഇങ്ങനെ വരുമോന്ന് വെച്ചെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. കാരണം ഫോൺ നോക്കിയത് കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഡോക്ടർ പറയുന്നതല്ലേ നമുക്ക് വിശ്വാസം. നമുക്ക് പഠിച്ചോ കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത് വിശ്വസിക്കുന്നുള്ളത് ഡോക്ടറെയാണ്. ഡോക്ടർ പറഞ്ഞതാണ് നമുക്ക് വിശ്വാസമായിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. അപ്പൊ എന്നോട് കുറെ പേര് നിങ്ങൾക്ക് ജന്മനാ ഉണ്ടാവും, നിങ്ങളെ കണ്ണിനാണ് പ്രശ്നം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിൽ വന്നൊരു കമന്റ്സ് ഞാൻ നിങ്ങൾക്ക് വായിച്ചിട്ട് കേൾപ്പിച്ചിട്ട് തരാം. നിങ്ങൾ ചെറുതിലെ കണ്ണിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നോ? ഇപ്പോൾ താത്താന്റെ കണ്ണിൽ ചെറിയ പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അതൊരു പക്ഷെ ജനറ്റിക് ഇഷ്യൂ ആയിരിക്കും, അല്ലാതെ ഇങ്ങനെ ഒരു തമ്മനയിലിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ കണ്ടന്റിന് വേണ്ടി മോനെ ബലിയാടാക്കാതിരിക്കുക. താത്ത നിങ്ങളാണ് തെറ്റുകാരി. ലോകമെമ്പാടുമുള്ള ജനങ്ങളും പറയുന്നു കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് എന്ന്. നിങ്ങളെ കണ്ടാൽ അറിവില്ലാത്ത ഒരാളായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ ചെയ്ത തെറ്റ് ആ പൊന്നുമോന് അനുഭവിക്കുന്നു, അങ്ങനെ വേണം പറയാൻ. ഞാൻ ഇതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കണമെന്ന് എനിക്കറിയില്ല കേട്ടാ. സത്യം പറഞ്ഞെങ്കിൽ ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ റിപ്ലൈ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഫോണ് സത്യം പറഞ്ഞാൽ നമ്മ ഇങ്ങനൊന്നും ആവെന്ന് വിചാരിച്ചിട്ടല്ല ഫോണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറെ പേര് ചോദിച്ചാൽ വെറുതെ പറയുന്ന ഫോണ് നോക്കിയോണ്ട് ഇങ്ങനെ ഒരിക്കലും ആവുമെന്ന് വെച്ചാൽ, എന്റെ മോന്റെ കണ്ണിന് മുന്നേ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മുന്നത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടെങ്കിൽ എന്നെ കൂടുതൽ പേർക്കും മനസ്സിലാവും. അങ്ങനെ ചെയ്ത് ഞാന് ഫസ്റ്റ് കാണിച്ച സുരേഷ് ബാബു ഡോക്ടറിന് ഫസ്റ്റ് പോയിട്ട് കാണിച്ചാണ്. അതിന്റെ ശേഷം പിന്നെ തെരയായിട്ട് കാണിച്ചോണ്ടിരിക്കുകയാണ്. കാണിച്ച ലിസ്റ്റാണ് ഇത്. മാംഗ്ലൂർ കാണിച്ച ലിസ്റ്റാണ്. കിഷോർ കുമാർ ക്ലിനിക്കിൽ പോയിട്ട് മാംഗ്ലൂർ കണ്ണിന്റെ ഡോക്ടർ സ്വാതി ഡോക്ടറിനെ കാണിച്ചാണ്. ഈ ഡോക്ടറാണ് ഫസ്റ്റ് ന്യൂറോ ഹോസ്പിറ്റലിൽ ന്യൂറോളജിസ്റ്റ് ശ്രുതി ഡോക്ടറിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഡോക്ടറിനെ കാണിച്ച ലിസ്റ്റാണ് ഇത്. ഇതൊന്നും വെറുതെ പറയുന്നല്ല കേട്ടാ. ആൾക്കാർ പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞു, കുഞ്ഞിനെ വെറുതെ ബലിയാടാക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് രണ്ടാമത് ഡോക്ടർ പറഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ചെയ്തതെന്ന് വെച്ചെങ്കിൽ MRI ആണ്. ഇത് MRI റിപ്പോർട്ടാണ് കേട്ടാ. ഇതൊക്കെ ആരെങ്കിലും വെറുതെ പറഞ്ഞു നടക്കോ കുഞ്ഞിനെ പറ്റിട്ട്? എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല. ഇത് ലാസ്റ്റ് ഫൈനലി അവര് നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് കണ്ണട എഴുതി തന്നെയാണ്. ഇതാണ് MRIന്റെ. MRI എടുത്ത് ഇതാണ്. MRIയിൽ CD ഇത് ഞങ്ങൾക്ക് പറയണല്ലേ. കാരണം കുട്ടികളെ കണ്ണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നാളെ ഉത്തരവാദി ആവാൻ പാടില്ല. ഇതെല്ലാം ഫുള്ള് MRIന്റെ. ഇത് നമുക്കിപ്പോ കണ്ടാൽ മനസ്സിലായല്ലോ. ഡോക്ടറിനെ കണ്ടിട്ടാണ്. തലന്റെ ഭാഗത്തോ നെരമ്പിന്റെ ഭാഗത്തോ ഒന്നുമില്ല. കണ്ണിനെ പറ്റിയത് ഫോൺ നോക്കിയിട്ട് തന്നെയാണ് ഡോക്ടർ അത്രക്കും പറയാൻ കാരണം. എന്താ വെച്ചെങ്കിൽ ഇത് നമുക്ക് ഒരാൾക്കല്ല, ഇതുപോലെ കുറെ പേർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫാമിലിയിൽ ഒരാൾക്ക് വരുമ്പോഴേ നമുക്കിത് മനസ്സിലാവുന്നുള്ളൂ. കാരണം ഞാൻ അത്രയും പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും കുറെ പേരെ കമന്റ്സ് കാണുമ്പോൾ എനിക്ക് സങ്കടമായിട്ടാ. എന്നിട്ട് ആ അതിലത്തെ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് കുറെ പേര് എന്നോട് ചോദിച്ചു, നീ എന്ത് റിയാക്ട് ചെയ്യില്ല, ഇത്ര നീ പറഞ്ഞത് സത്യമല്ല, നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തിട്ടാണ്. പിന്നെ കുറെ പേര് പറഞ്ഞ കമന്റ് വെച്ചെങ്കിൽ കുഞ്ഞിന്റെ കണ്ണിനല്ല പ്രശ്നം, നിന്റെ കണ്ണിനാണ് പ്രശ്നം. ഞമ്മ വീഡിയോ ചെയ്യുമ്പോ കുറച്ച് സമയത്ത് ഇങ്ങനെ കണ്ണടിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്റെ കണ്ണിനാണ് പ്രശ്നം. എന്റെ കണ്ണിന് അൽഹംദുലില്ലാ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടപ്പ ഇനിയും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാന് വേണ്ടി ഇത് വരക്കണം കേട്ടോ. കാരണം നമ്മളിത് പോലെയല്ല, മക്കളെ കണ്ണിന് എന്തെങ്കിലും വന്നെങ്കിൽ കുട്ടികൾ കണ്ണട വെക്കണമെന്ന് നിർബന്ധമില്ല. കാരണം കുട്ടികൾ നമ്മൾ പറഞ്ഞ പോലെ അനുസരിക്കണത്തില്ല.
അവരവരെ വാശിയായിട്ട് നിൽക്കും. മൊബൈൽ നോക്കാത്ത ഫോൺ നോക്കാത്തവരായിട്ട് ആരുമില്ല കേട്ടോ. ഈ നാളില് ഫോൺ നോക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. കാരണം നമ്മളെ മക്കളെ ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞിട്ട് ഞാൻ ഒരു കണ്ടന്റും വേണ്ടിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുകയില്ല കേട്ടോ. ഇത് ഞാൻ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേര് എന്നോട് പറഞ്ഞിട്ടാ നീ എന്തുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് ഇടാത്തത്, കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അല്ലേ എന്ന് പറഞ്ഞിട്ടാകുമ്പോ ഒരു കമന്റ് കണ്ടൊക്കെ നല്ലോണം സങ്കടമായിട്ടാ. നീ മോനെ ബലിയാടാക്കാൻ വേണ്ടിട്ട് കണ്ടന്റിന് വേണ്ടിട്ട് ഇട്ടതല്ലേ എന്നാണ് പറഞ്ഞത്. എനിക്ക് നല്ലോണം സങ്കടമായി. കാരണം ഒന്നും പറയാനില്ല. കാരണം നമ്മളെ മക്കളെ പഠിച്ചോനാണ് കാക്കുന്നുള്ളത്. പിന്നെ പറഞ്ഞിട്ട് ഗുണമില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു കമന്റ്സ് വരുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ആയിട്ട് ഒന്നും കൊടുക്കാതിരുന്നത്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ പറയാനുള്ളത്, ഇപ്പൊ 4 months ആണ് പറഞ്ഞത്, കുറച്ച് മാറ്റം വന്ന പോലെ ഉണ്ട് കേട്ടോ കണ്ണിന്. എനിക്കെന്തോ കുറച്ച് മാറ്റം വന്ന പോലെ തോന്നിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. കാരണം നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമെങ്കിൽ നമുക്കതിന് നമുക്ക് പറ്റുന്ന പോലെ മക്കൾക്ക് പറ്റുന്ന നമുക്കത് സങ്കടം പറഞ്ഞാട്ടാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആയിരിക്കും കേട്ടോ. സർജറി ഇല്ലാണ്ട് കണ്ണിന് സുഖാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ ഇനിയെങ്കിലും ആരെങ്കിലും മൊബൈൽ കൊടുക്കാതെ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. കാരണം ഇനിയിപ്പോ വെക്കേഷനാണ് വരുന്നത്. 2 മാസം സ്കൂള് ലീവാണ് വരുന്നുള്ളത്. അപ്പോൾ മക്കളെ നല്ലോണം സൂക്ഷിക്കണേ. പുറത്ത് വെയിലല്ലേ എന്നിട്ട് പുറത്ത് വിടാണ്ട് നിന്നിട്ട് മൊബൈല് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു അബദ്ധത്തിലൊന്നും ആരും ചാടരുത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഫോൺ ഒഴിവാക്കട്ടെ. ഇനി വരുന്ന തലമുറ മൊബൈലിലും ഫോണിലും തന്നെ ആയതുകൊണ്ട് ആണ് പ്രത്യേകിച്ചിട്ട് ഞാൻ പറയുന്നുള്ളത്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇത് വിശ്വാസമായി എന്ന് വിചാരിക്കുന്നത്, വിശ്വസിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല കേട്ടോ. കാരണം ഇത് ഞാൻ വീണ്ടും ചെയ്ത വെച്ചെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല. കണ്ണിന് പ്രശ്നം വന്നത് മൊബൈൽ കൊണ്ട് മാത്രമാണ് കേട്ടോ. മൊബൈൽ നോക്കിയത് കൊണ്ട് മാത്രം വന്നതാണ്. ജനറ്റിക് ഇഷ്യൂസ് ഒന്നല്ല. എനിക്ക് പിറവിയിലെ കണ്ണിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടന്റിന് വേണ്ടിട്ട് ചെയ്തതല്ല കേട്ടോ. കുറെ പേര് പറഞ്ഞ കാര്യത്തിൽ നീ കണ്ടന്റിന് വേണ്ടിയിട്ട് കുഞ്ഞിന്റെ വീഡിയോ എടുത്തിട്ടതാണെന്നാണ് ചോദിച്ചത്. അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഒന്നും ആരും വിചാരിക്കരുത്. കുറെ പേർക്ക് ഇപ്പം വിശ്വാസമാണല്ലോ കേട്ടോ. നമുക്ക് ആരും വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് വെച്ചെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ ആയി പോകരുതേ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇതുപോലത്തെ കമന്റ്സും ഇത് കുറെ പേര് വിളിച്ചിരും ചോദിച്ചായിരുന്നു. കുറെ ഫാമിലീസിലുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കാരണം ഞമ്മ ഹോസ്പിറ്റലിൽ പോയതും അതൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ വിശ്വാസമായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ അറിയാത്തവർ വെറുതെ പറയും ഒരു മൊബൈൽ നോക്കിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവിക്കട്ടെ, തീർച്ചയായിട്ടും മൊബൈൽ നോക്കിയത് കൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറം സംഭവിക്കുന്നതാണ് എനിക്കിപ്പോ വിശ്വാസമായിട്ടുള്ളത്. കാരണം നമ്മളെ അനുഭവത്തിൽ വന്നിട്ടാകുമ്പോ നമുക്ക് എന്തും മനസ്സിലാവും. ആരാനും ഉമ്മാക്ക് പ്രാന്തായെങ്കിൽ കാണാനല്ല ചെയ്യലുണ്ടെന്ന് പറയുന്നില്ലേ, ആ ഒരവസ്ഥ തന്നെയാട്ടാ. അവരൊരിക്കാകുമ്പോ ഏതൊരു കഥയും അങ്ങനെയാട്ടാ. അങ്ങനല്ല എല്ലാവരും പറയല്. മറ്റുള്ളവർക്ക് കാണുമ്പോൾ നല്ല രസമുണ്ട്. അവരൊരിക്കാകുമ്പോ ആ വേദന മനസ്സിലാവുന്നതാ അതിന്. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് മാത്രമായിട്ട് എന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചെങ്കില് നമ്മ വെറുതെ പറഞ്ഞ വെച്ച് കുറെ പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നീ വെറുതെ പറഞ്ഞതല്ലേ, കണ്ണിന് ഫോൺ നോക്കിയോണ്ട് ഒരിക്കലും അങ്ങനെ പറ്റിയില്ലാന്ന്. നിങ്ങൾക്ക് അനുഭവിക്കാതിരിക്കട്ടെ ഇതുപോലത്തെ ഒരു അവസ്ഥ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ആർക്കാണ് നമ്മളെ മക്കൾക്ക് ആയെങ്കിൽ നമ്മ ആരെയും അത് ചെയ്യട്ടാ. അപ്പൊ അതുകൊണ്ട് ഇനി ആരും ഇതുപോലത്തെ ഇതിനൊന്നും മുതിരാണ്ട് നിൽക്കണ്ട. മാക്സിമം മക്കൾക്ക് ഫോൺ കൊടുക്കാതിരിക്കട്ടെ. ടി വി അത്ര പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഡോക്ടറും പറഞ്ഞു ടി വി ഫോണ് പോലെ അല്ല ടി വി, ലോങ് ഡിസ്റ്റൻസിൽ അത്ര പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് എല്ലാം ഒഴിവാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് മെയ് മാസത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇൻഷാല്ല അത് കഴിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫുൾ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇൻഷാല്ല കുറച്ച് മസാല കുറച്ച് കണ്ണിന്റെ കൃഷ്ണമണി ഇങ്ങനെ നീങ്ങിയ പോലെ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പറയാൻ വന്നിട്ടുണ്ട്, ഇപ്പൊ കണ്ണിന് ക്രോസ് ഇല്ലാത്തതായിട്ട് എല്ലാം ഇപ്പൊ ജനിച്ചു വരുന്ന മക്കൾക്കും മറ്റു കാലം ക്രോസ് ഇല്ലാത്തവരായിട്ട് ഇല്ല കേട്ടോ. ആരുമില്ല. എന്താ വെച്ചെങ്കിലേ കണ്ണ് ക്രോസ് ഇല്ലാത്തവരായിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ ആളെ എനിക്ക് കണ്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ ജനിതകത്തിൽ വന്ന പ്രശ്നമാണെങ്കിൽ കണ്ണ് ക്രോസ് ഒരു പ്രശ്നമല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കണ്ണട ഇപ്പൊ വെച്ച് കഴിഞ്ഞെങ്കിൽ ഒരു പ്രശ്നം ഇപ്പൊ ഇല്ല. കണ്ണട എടുത്തു കഴിഞ്ഞെങ്കിൽ എനിക്ക് ഡബിൾ ആയിട്ടാണ് കാണുന്നുണ്ടത്. എന്താ വെച്ചെങ്കിൽ എല്ലാം ഈ രണ്ടാളായിട്ട് ഒന്നിനെ രണ്ടായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ കാരണം. കാരണം എനിക്ക് ഡയറക്റ്റ് കണ്ണട എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. കണ്ണട ഉണ്ടെങ്കിൽ എനിക്ക് സിംഗിൾ ആയിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നുണ്ടത്. അപ്പൊ ഈ ഒരു തരത്തില് ആർക്കും കണ്ണട വെക്കാൻ പഠിച്ച എത്തിക്കല്ലേ എന്നാണ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത്. കാരണം കണ്ണട വെക്കാൻ ഇപ്പൊ പ്രശ്നമില്ല എന്നില്ല. കണ്ണട വെച്ച് കഴിഞ്ഞെങ്കിൽ മാത്രം അവനിക്ക് രണ്ടായിട്ട് കാണുന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ വീഡിയോ ഇടുമ്പോ ഇങ്ങനെ കണ്ണ് ചുമ്മുമ്പോൾ എല്ലാവർക്കും നിന്റെ കണ്ണിനാണ് പ്രശ്നം എന്ന് പറയും. ക്യാമറ നോക്കിയിട്ടില്ലേ ഇങ്ങനെ വീഡിയോ ചെയ്യലില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് നിന്റെ കണ്ണിനാണ് പ്രശ്നം. ഇങ്ങോട്ടൊന്നിന് കമന്റ്സ് ആരും ഇടരുത് കേട്ടാ. എന്നുവെച്ചാൽ എന്റെ കണ്ണിന് ഒരു പ്രശ്നമില്ല, ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ കണ്ണറിയാതെ ചിമ്മിപ്പോകുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട നിന്റെ കണ്ണിനാണ് പ്രശ്നം. എന്റെ കണ്ണിന് അൽഹംദുലില്ലാ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പിന്നെന്താ വെച്ചെങ്കിൽ അപ്പൊ ഡബിൾ ആയിട്ട് കാണുന്നവര് അത് ഞാൻ പ്രത്യേകം അന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു.
ഡബിൾ ആയിട്ട് കാണുന്ന മെയിൻ പ്രശ്നം കൊണ്ടാണ് ഈ ഡോക്ടർ പറഞ്ഞത് കണ്ണിന്റെ ഫോൺ നോക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പൊ ആ ഡബിൾ ആയിട്ട് കാണുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് കണ്ണട കൊടുത്തിട്ടുള്ളത്. അല്ലാതെ വേറൊന്നും പ്രശ്നം കൊണ്ടല്ല. കണ്ണിന് കാഴ്ചക്കൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല കേട്ടാ. അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഭയങ്കര സങ്കടത്തിലാണ് കേട്ടാ. എന്നുവെച്ചെങ്കിൽ മക്കൾക്ക് ഇതുപോലെ ആയി കഴിഞ്ഞതിന് ശേഷമേ നമുക്കറിയാം. അതുകൊണ്ട് ഇനി ആരും ഇതുപോലത്തെ ഒന്നും മുതിരാതിരിക്കുക. അപ്പൊ ഇത്രയേ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബൈ.